ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിഷ്വൽ മാജിക്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പവർഫുള്ളായ വാനിഷിംഗ് ട്രിക്സ് ആണ്. ഈ രണ്ട് ട്രിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേരിയേഷൻസിൽ ഈ രണ്ട് ട്രിക്സ് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് തുടങ്ങിയ അല്ല ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ കയ്യിലൊരു നോർമൽ റബ്ബർ ബാൻഡ് ഉണ്ട്. വേഴ്സസ് 1 2 3 എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി വാനിഷ് ആയി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എൻ്റെ സീക്രട്ട് വളരെ സിമ്പിളാണ്. കുറച്ച് പേരെങ്കിലും വിചാരിച്ചാണ് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ പൊട്ടിച്ചളയുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നല്ല. ഇത് ആക്ച്വലി ഇത് വളരെ സിമ്പിളായ ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് പേര് ചിലപ്പോൾ നോട്ടീസ് ചെയ്ത് കാണും. അതായത് എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ചിൻ്റെ ബാക്കിലായിട്ടാണ് ഈ റബ്ബർ ബാൻഡ് ഉള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ വാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് മെയിനായിട്ട് കുറച്ച് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ മുമ്പിലും പെർഫോം ചെയ്യാവുന്നതാണ്. ബട്ട് ക്യാമറയുടെ മുമ്പിൽ കുറച്ചുകൂടെ ബെറ്റർ എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ റിസ്റ്റിലിടുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യാം. 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അപ്പോൾ അത് തിരിച്ച് ആ പൊസിഷനിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കൈ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. അപ്പോൾ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, ഇങ്ങനെ കൈ കാണിക്കുക, കയ്യിലൊന്നുമില്ലെന്ന് കാണിക്കുക. ഓക്കെ, അടുത്ത ട്രിക്കിനായിട്ട് എൻ്റെ കയ്യിലൊരു കാർഡ് ഉണ്ട്. വേഴ്സസ് ഈ കാർഡ് ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യാൻ പോവാണ്. 1 2 3 എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി വാനിഷ് ആയിക്കുന്നത് കാണാൻ സാധിക്കും. 1 2 3 എന്ന് പറയുമ്പോൾ അത് തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് ഇനി അടുത്ത് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ സീക്രട്ട് വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ കുറച്ചധികം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ബേസിക് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരുന്ന പല സ്ഥലത്ത് നമുക്ക് പല കാർഡ് ട്രിക്സിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബൈസിക്കിളിൻ്റെ പ്ലേയിങ് കാർഡാണ്. നിങ്ങൾക്ക് വേറെ കാർഡ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ചുകൂടെ വിടുത്തുള്ള കാർഡാണ് മറ്റേ നോർമൽ കാർഡ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് എന്ന് പറയുകയാണെങ്കിൽ ബാക്ക് പാമിങ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പാമിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അത് ഞാൻ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റെഫർ ചെയ്യാവുന്നതാണ് ബാക്ക് പാമിങ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാർഡ് നേരെ ഇവിടെ ഞാൻ വെച്ചേക്കുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ബെൻഡ് ചെയ്യുക. അപ്പോൾ അതവിടെ ഉണ്ടോ. എന്നിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ തുറക്കുക. അപ്പോൾ ഈ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ആക്ച്വലി നമ്മൾ കാർഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കുറച്ച് നമ്മൾ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അറിയത്തില്ല. 1 2 3 എന്ന് പറയുമ്പോൾ നമ്മളിതിങ്ങനെ ലോക്ക് ചെയ്യുക, തുറക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളും. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ അതുപോലെ തന്നെ മനസ്സിലായത്. അപ്പോൾ അതാണ് എൻ്റെ ട്രിക്ക്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 1 2 3 എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക, 2 കൈ ഇങ്ങനെ തുറക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 1 2 3 അതുപോലെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം ഒന്നും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒന്നും ഈ ഒരു ബാക്ക് പാമിങ് ശരിയാവണമെന്നില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബാക്കിൽ. ഇത് ഫസ്റ്റ് ടൈം തന്നെ ബാക്ക് പാമിങ് ശരിയാവണമെന്നില്ല. ഇത് കുറേ നമ്മൾ പിന്നെ ഈ ഒരു കൈ തുറക്കുന്നത് കുറച്ച് എക്സ്ട്രാ മോഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയത്തില്ല. ചെറിയ 2 ട്രിക്സാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല അടിപൊളി ട്രിക്സായിട്ട് വീണ്ടും വരാം. Thank you so much for watching.